ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരാം. 41 അധ്യായം 56, 57 വാക്യം. യോസഫ് പാണ്ടികശാലകളൊക്കെയും തുറന്നു, മിസ്രയീമ്യർക്ക് ധാന്യം വിറ്റു. ക്ഷാമം മിസ്രയീം ദേശത്തും കഠിനമായി തീർന്നു. ഭൂമിയിൽ എങ്ങും ക്ഷാമം കഠിനമായി തീർന്നത് കൊണ്ട് സകല ദേശക്കാരും ധാന്യം കൊള്ളുവാൻ മിസ്രയീമിൽ യോസഫിന്റെ അടുക്കൽ വന്നു. നോക്കണമേ, നിർത്തി നമുക്ക് ചിന്തിച്ചു പോകാം. ക്ഷാമം, അവിടെ ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് പദം? ഭൂതലം. സങ്കീർത്തനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും. അപ്പോൾ ഇവിടെ ഒരു ക്ഷാമമുണ്ടായി. ഒരു പട്ടണത്തിലല്ല, ഒരു രാജ്യത്തിലല്ല, ഒരു സ്ഥലത്തല്ല. എവിടാ? ഭൂതലത്തിലൊക്കെയും. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞ ഭൂമിയിൽ മുഴുവനും. മനസ്സിലായോ? ഭൂമിയിൽ എന്തൊക്കെ നടക്കാൻ പോകും നമുക്കറിയാമോ? നാളെ എന്താ നടക്കാൻ പോകുന്നത് നമുക്കറിയത്തില്ല. വൈറ്റിലൽ എന്താ നടക്കാൻ പോകുന്നത് നമുക്കറിയാമോ? നമ്മൾ പാർക്കുന്ന SN ലൈൻ അല്ലെങ്കിൽ ചെറിയ സ്ഥലം, അവിടെ എന്താ നടക്കാൻ പോകുന്നത് നമുക്കറിയാമോ? പക്ഷെ ഇവിടെ നോക്കുക, ഒരു സംഭവം ഉണ്ടായി. ഭൂമി മുഴുവൻ എന്തുണ്ടായി? ക്ഷാമം ഉണ്ടായി. അടുത്ത പദം വായിച്ചോട്ടെ. ഭൂമി മുഴുവൻ ക്ഷാമമുണ്ടായപ്പോ എന്ത് ചെയ്തു? യോസഫ് പാണ്ടികശാലകളൊക്കെയും. ഒരുത്തന്റെ കയ്യിൽ കീ ഉണ്ട്. ഒന്ന് സ്വാതന്ത്ര്യം ചെയ്യാമോ? ഭൂമി മുഴുവനും ക്ഷാമം വിഴുങ്ങുമ്പോൾ, ഭൂമി മുഴുവൻ പ്രതിസന്ധി നിൽക്കുമ്പോൾ, ഭൂമി മുഴുവനും പ്രതികൂലം നിൽക്കുമ്പോൾ ഒരുത്തൻ തുറന്നു. അവൻ തുറന്നത് കാലിയായ ഗോഡൗൺ അല്ല, അവൻ തുറന്നത് പാണ്ടികശാലയാ. ഇന്ന് പകലിൽ അവൻ പരിശുദ്ധാത്മാവിൽ ഈ ദൂത് കൈമാറാൻ ആഗ്രഹിക്കുക. അവൻ 2024 ഈ ഭൂമി മുഴുവൻ എന്ത് സംഭവിക്കുമെന്നും എന്ത് വെളിപ്പെടുമെന്നും ഏതൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുമെന്നും എനിക്കോ നിങ്ങൾക്കോ അറിയത്തില്ല. എന്നാൽ ഇന്ന് പകലിൽ ഇതിന് നടുവിലിരിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവിൽ പറയുകയാ, ചിലതിനെ തുറക്കാൻ തയ്യാറാണോ? ചിലതിനെ തുറക്കാൻ തയ്യാറാണോ? ആമേൻ. നീ ചിലതിനെ തുറക്കാൻ പോകുകയാ. യെശയ്യാപ്രവചനം 22:22 വായിച്ചാട്ടെ. ഞാൻ ദാവീദ് ഗൃഹത്തിന് താക്കോൽ അവന്റെ തോളിൽ വയ്ക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. കണ്ടോ? അവൻ തുറന്നാൽ ആരും അടയ്ക്കയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. കോരശിനോട് പറഞ്ഞതുപോലെ വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ ഇരിക്കുന്ന യുവതലെ ഭാരപ്പെടണ്ട. അവൻ 2024 അവൻ വരുന്ന മാസങ്ങളിൽ അവൻ എന്താണ് മുൻപിൽ നടക്കുന്നത്, എന്താണ് ജീവിതത്തിൽ നടക്കുന്നത് എന്നുള്ളത് വിഷയമല്ല. എന്നാൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക, നീ ചിലതിനെ തുറക്കാൻ പോകുകയാ. നീ ചിലതിനെ തുറക്കാൻ പോകുകയാ. ഒന്ന്, ഭൂതലത്തിലൊക്കെയും ഒരു വലിയ ക്ഷാമമുണ്ടായി. യോസഫ് തുറന്നു. ആമേൻ. രണ്ടാമത്തെ കാര്യം, അടുത്ത വാക്യം. മിസ്രയീമ്യർക്ക് ധാന്യം വിറ്റു. 2, തുറക്കുക മാത്രമല്ല, എന്ത് ചെയ്തു? മിസ്രയീമ്യർക്ക്. നമ്മൾ യോസഫിന്റെ ചരിത്രം ഒന്ന് പഠിക്കണം. വിൽക്കപ്പെട്ടവനാ യോസഫ്, അല്ലേ? ആർക്ക് വിറ്റു? സഹോദരന്മാർ, അല്ലേ? സ്വന്തം സഹോദരന്മാർ. അവിടെ 2 കൂട്ടരെ പറ്റി പറയുന്നുണ്ട്, മിദ്യാന്യരും ഇശ്മായേല്യരും. അവരൊരുമിച്ച് പോകുന്ന കച്ചവടക്കാർ. 2 ഭാഗത്തും അത് പറയുന്നുണ്ട്, മിദ്യാന്യരും ഇശ്മായേല്യരും എന്ന്. അവൻ ആ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 20 വെള്ളിക്കാശിന് ആരെ വിറ്റു? യോസഫിനെ വിറ്റു. അപ്പൊ ഈ യോസഫ് ഇപ്പൊ എന്ത് ചെയ്യുക? ഇപ്പം വിറ്റോണ്ടിരിക്കുക. ദൈവമക്കൾക്കൊന്ന് സ്തോത്രം ചെയ്യാമോ? കഴിഞ്ഞ കാലങ്ങളിൽ അവനെ വിറ്റതാ. ആരെയാ? യോസഫിനെ അടിമയായി വിറ്റതാ. പക്ഷെ ഇന്ന് ദൈവം അവനെ ആക്കിയിരിക്കുന്ന എന്തിനാട്ട് അറിയാമോ? അവൻ മിസ്രയീമ്യർക്ക് ധാന്യം വിൽക്കാൻ. ജീവിതത്തിൽ ഉണ്ടാകുന്ന കൈപ്പേറിയ അനുഭവം, പാസ്റ്റ്, അതല്ല ദൈവം നിനക്ക് വേണ്ടി സെറ്റ് ചെയ്തു വെച്ചു. എത്ര പേർ വിശ്വസിക്കുന്നു? എടാ, ദൈവം നിനക്ക് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ ഇട്ടേക്കുക. അതാ പറഞ്ഞ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി. യോസഫിനെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? മിദ്യാന്യർക്ക്, ഇശ്മായേല്യർക്ക്
20 വെള്ളിക്കാശിന് വിൽക്കപ്പെട്ടവൻ ഒരു രാജ്യത്തിന് മുഴുവൻ, വേണ്ട, ലോകത്തിലുള്ള സകല രാജ്യങ്ങൾക്കും സകല മനുഷ്യർക്കും ധാന്യം വിൽക്കാൻ ഇവൻ അധികാരിയാവുമെന്ന് അവൻ പോലും സ്വപ്നത്തിൽ ചിന്തിച്ചിട്ടില്ല. ഉണ്ടോ? ചിന്തിക്കാൻ പറ്റൂ? പക്ഷെ ദൈവം അവനെ മാറ്റി. ദൈവം അവനെ മാറ്റി. ഇന്ന് പകലിൽ ആമൻ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ, സ്റ്റെപ്പ് എടുത്തു വെക്കാൻ തയ്യാറായാൽ, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയാൻ വരുന്നത്. ഒന്ന്, ഭൂമിയിലൊക്കെയും ഒരു വലിയ ക്ഷാമം ഉണ്ടായി. പക്ഷെ യോസഫ് വാതിലുകളെ തുറന്നു. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുക, ഈ ആണ്ടിൽ അടുത്തത് എന്താണെന്ന് എനിക്കറിയത്തില്ല. അവൻ അടുത്ത എന്ത് സംഭവങ്ങളാണ് നമുക്കറിയത്തില്ല. പക്ഷേ അതിന്റെ നടുവിൽ പരിശുദ്ധാത്മാവിനോട് ഹൃദ്യമായി പറയുക, നാം ചില വാതിലുകളെ തുറക്കും. അവൻ ഒരുമിച്ച് ചിലതിനെ തുറക്കും. നമ്മുടെ ചരിത്രത്തെ ദൈവം മാറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയാൻ വന്നേ, എങ്ങനെ ആഗ്രഹമില്ലേ യോസഫിനെ പോലെ ആകണമെന്നല്ലേ? ഭൂമിയിൽ മുഴുവൻ ക്ഷാമം നടക്കുമ്പോൾ ഒരുത്തൻ്റെ കയ്യിൽ എന്താ ഉണ്ട്? ധാന്യമുണ്ട്. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുക, കൊയ്യുന്നവൻ്റെ കയ്യിലെ ധാന്യമുള്ളൂ, അല്ലേ? അവൻ സ്തോത്രം, അവൻ ധാന്യം വിറ്റു. അപ്പോൾ ധാന്യം വിൽക്കണമെങ്കിൽ, വാതിലുകളെ തുറക്കണമെങ്കിൽ നാം ആരാകണം? യോസഫാകണം. യോസഫിൻ്റെ പ്രത്യേകത എന്താ? അവൻ വേഗത്തിൽ ചില കാര്യങ്ങൾ വായിച്ച് 41-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. ഫറവോൻ യോസേഫിനോട്, ഞാനൊരു സ്വപ്നം കണ്ടു, അതിനെ വ്യാഖ്യാനിപ്പാൻ ആരുമില്ല. എന്നാൽ നീ ഒരു സ്വപ്നം കേട്ടാൽ വ്യാഖ്യാനിക്കുമെന്ന് നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫറവോൻ യോസഫിനോട് സംസാരിക്കുന്ന ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ യോസഫിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? സ്വപ്ന വ്യാഖ്യാനം, അല്ലേ? ഫറവോൻ ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം എന്നറിയാമോ? 7 നല്ല പശുക്കൾ നദിക്കരയിൽ ഫറവോൻ നിൽക്കുമ്പോൾ കയറി വന്നു. പുഷ്ടിയുള്ളത്, സൗന്ദര്യമുള്ളത്, അഴകുള്ളത്, ബലമുള്ളത്, നല്ല ശക്തിയുള്ള പശുക്കൾ. അതിൻ്റെ പുറകെ 7 മെലിഞ്ഞ, വിരൂപമായ, സൗന്ദര്യമില്ലാത്ത 7 എണ്ണം കൂടെ കയറി വന്നു. അതെന്തോ ചെയ്തു? ഈ പഴയ മുമ്പേ വന്ന സൗന്ദര്യമുള്ള, ശക്തിയുള്ള 7 എണ്ണത്തിനെയും കൂടെ വിഴുങ്ങിക്കളഞ്ഞു. എന്നിട്ട് വല്ല വ്യത്യാസമുണ്ടോ? ഇങ്ങനെ പലതും ഉണ്ട്. നന്മ ഇല്ലാഞ്ഞിട്ടല്ല, അനുഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ പലതും ഇതിനെ കയറി വിഴുങ്ങിക്കളയുക, ഇല്ലാതാക്കി കളയുക. അവൻ ഇങ്ങനൊരു സ്വപ്നം കണ്ടു. രണ്ടാമതൊരു സ്വപ്നോടെ കണ്ടു. ഒരു കതിർ പൊങ്ങി വന്നു. അവൻ ഒരു തണ്ടിൽ 7 കതിർ, നല്ല പുഷ്ടിയുള്ള, സൗന്ദര്യമുള്ള, അല്ലെങ്കിൽ നല്ല നെന്മണികളുള്ള 7 കതിർ പൊങ്ങി വന്നു. അതിൻ്റെ പുറകെ നേർത്ത കതിരുകൾ. ആ ഭാഗം എടുത്തെങ്കിലും ഒന്ന് വായിക്കാം. അപ്പോൾ ഞാൻ ഉണർന്നു, പിന്നെയും ഞാൻ സ്വപ്നത്തിൽ കണ്ടത് നിറഞ്ഞതും നല്ലതുമായ 7 കതിർ ഒരു തണ്ടിൽ പൊങ്ങി വന്നു. ഒരു തണ്ടിൽ നിറഞ്ഞതും നല്ലതുമായ 7 കതിർ പൊങ്ങി വന്നു. അവയുടെ പിന്നാലെ ഉണങ്ങിയും നേർത്തും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞുമിരിക്കുന്ന 7 കതിർ പൊങ്ങി വന്നു. കണ്ടോ? നേർത്തതും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞതുമായ 7 കതിർ പൊങ്ങി വന്നു. നേർത്ത കതിരുകൾ 7 നല്ല കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. കണ്ടോ? അയ്യോ, എഴുന്നേറ്റ് നിൽക്കാൻ ജീവനില്ലാത്ത സാധനങ്ങളാ, കരിഞ്ഞതാ. പക്ഷെ എന്ത് ചെയ്തു കളഞ്ഞു? ഈ നല്ലതിനെ എന്ത് ചെയ്തു? അപ്പം നമ്മളെപ്പോഴും സൂക്ഷിക്കണം കേട്ടോ. നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ നല്ലതിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റിലും ഉണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ നമ്മെ നിലനിർത്തുന്ന ദൈവത്തിൻ്റെ വചനമാ, ദൈവത്തിൻ്റെ ശക്തിയാ, ദൈവത്തിൻ്റെ സാന്നിധ്യമാ, ആരാധനയാ, കൂട്ടായ്മയാ. അതുകൊണ്ട് ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയാം, നാം ആയിരിക്കുന്ന പരിതസ്ഥിതി ഏതാണ്, സാഹചര്യം ഏതാണ്, ആരോടാണ് ബന്ധപ്പെടുന്നത്, ഏത് കൂട്ടുകാരാണ്, ഏത് സാഹചര്യമാണ്, ഇതെല്ലാം പരിശോധിക്കണം. നമ്മെ തകർത്ത് കളയുന്ന, വിഴുങ്ങിക്കളയുന്ന വ്യക്തി സാഹചര്യങ്ങളുടെ നടുവിൽ പോയി അകപ്പെടരുത്. ഭാവിയില്ലാതായിപ്പോ. ഞാൻ അവിടെ നിന്ന് മടങ്ങി വരട്ടെ. ഇങ്ങനൊരു സ്വപ്നം കണ്ടു. ഈ സ്വപ്നം കണ്ടിട്ട് ആമേൻ സ്തോത്രം, ഈ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ അവിടെയുള്ള ആർക്കും കഴിഞ്ഞില്ല. അന്നേരമാണ് ഒരു കേൾവി കേട്ടത്. പാനപാത്രവാഹകൻ പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട്. അവൻ്റെ പ്രത്യേകത എന്താ? സ്വപ്ന വ്യാഖ്യാനി. യഥാർത്ഥത്തിൽ
സ്വപ്ന വ്യാഖ്യാനി മാത്രമല്ല, സ്വപ്നം കാണും, സ്വപ്നക്കാരനാ അല്ലേ? അവനൊരു പേരാ, എന്താണ്? സ്വപ്നക്കാരൻ. നമുക്കറിയാം, വീട്ടിലെ കൊച്ചുനാൾ മുതലേ തുടങ്ങിയതാ സ്വപ്നം അല്ലേ? ഒരു സ്വപ്നം കണ്ടതിൻ്റെ പ്രശ്നം ഇതുവരെ മാറിയിട്ടില്ല പുള്ളിക്ക്. ആമൻ സ്തോത്രം. യോസേഫിന്റെ അകത്ത് 2 സ്വപ്നങ്ങൾ യോസേഫ് കണ്ടു. ഒന്ന്, ആമൻ തൻ വയലിൽ അവർ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കട്ടയെ തൻ്റെ സഹോദരന്മാരുടെ കറ്റകൾ എഴുന്നേറ്റ് നിന്നു നമസ്കരിച്ചു. അപ്പോൾ യോസേഫിന്റെ പ്രത്യേകത എന്താ? വയലിൽ പോകുന്നവനായിരുന്നു അല്ലേ? വെറുതെ ഇരുന്ന സ്വപ്നം കിട്ടത്തില്ല കേട്ടോ, അധ്വാനിക്കുന്നവനായിരുന്നു. നമ്മുടെ സ്വപ്നങ്ങൾ നിറവേറണമെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, ദൈവപ്രവർത്തികൾ വെളിപ്പെടണമെങ്കിൽ നാം സ്റ്റെപ്പ് വെക്കാൻ തയ്യാറാകണം. നമുക്കൊരു കറ്റ ഉണ്ടാവണം. എടാ, കറ്റയില്ലാതെ നിന്റെ കറ്റ ആരെങ്കിലും സേവിക്കുമോ? മനസ്സിലാവുന്നുണ്ടോ? സ്വപ്നം കാണാൻ ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുക. പാസ്റ്റർ പറഞ്ഞോ കൊള്ളാം, പാണ്ഡികശാല അല്ലേ? ലോകം മൊത്തം ക്ഷാമത്തിൽ കിടക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് ടൺ എന്തുണ്ട്? ധാന്യം. അതിൻ്റെ കീ ആരല്ല എന്ന് ചിന്തിക്കുക. പിന്നെ ഞാൻ ആരാ? പക്ഷെ ഇങ്ങനെ കേൾക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ ആയിത്തീരണമെങ്കിൽ സ്വപ്നമകത്ത് വേണം, സ്വപ്നമകത്ത് വേണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്ത് സ്വപ്നമാണ് ഈ വർഷമുള്ളത്? വാട്ട് ഈസ് യുവർ വിഷൻ? എന്താ നിങ്ങളുടെ ഡ്രീം? ഇവിടെ വയലിൽ കറ്റ വേണമെന്ന് ആഗ്രഹമുണ്ട്, നീ വയലിൽ പോണം. യോസഫ് സ്വപ്നം കണ്ടു, പക്ഷെ പോകുന്ന വഴി സ്വപ്നം കണ്ടോ? കണ്ടെങ്കിൽ അവൻ പോകത്തില്ല അല്ലേ? സ്വപ്നം കൊള്ളാം, അടിപൊളിയല്ലേ? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അവനെ നമസ്കരിക്കുന്നു, അവന്റെ കറ്റയെ സഹോദരന്മാരുടെ കറ്റ എഴുന്നേറ്റ് നമസ്കരിക്കുന്നു. സ്വപ്നം സൂപ്പറാ. പക്ഷെ അടുത്തത് പൊട്ടക്കിണറാണെന്നറിഞ്ഞാൽ അവൻ സ്റ്റെപ്പ് വെക്കുമോ? പൊത്തിഫറിന്റെ ഭവനത്തിൽ ചെന്നിട്ട് കാരാഗ്രഹത്തിൽ പോകുമെന്നറിഞ്ഞാൽ സ്റ്റെപ്പ് വെക്കുമോ? ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയാം, ഒരു യോസേഫ് ആവാൻ വില കൊടുക്കണം കേട്ടോ, വില കൊടുക്കണം, വില കൊടുക്കണം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. യോസേഫ് സ്വപ്നം കണ്ടു. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയാം, ഈ ആണ്ടിൽ നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവണം. ചുമ്മാ കുറെ മെസ്സേജ് കേട്ട് ചുമ്മാ ആരാധിച്ചിട്ട് മടങ്ങാനല്ല. ആമേൻ, ആത്മാവിൽ ദൈവത്തോട് ഹൃദയത്തോട് ആമേൻ ചോദിക്കുക, എന്താ എന്റെ സ്വപ്നം? ഒന്ന് സ്തോത്രം ചെയ്യാമോ? അവരവരെ സ്വപ്നം അവരവരകത്ത് കാണണം. അങ്ങനെ സ്വപ്നം കണ്ട അനേകരുണ്ട് കേട്ടോ. നോഹ സ്വപ്നം കണ്ടു, 120 കൊല്ലം പ്രസംഗിച്ചു, ഒറ്റയാളും കേട്ടില്ല. പക്ഷേ ദൈവം പറഞ്ഞതുപോലെ പെട്ടകം തീർത്തു. മോശ ദൈവം പറഞ്ഞതുപോലെ സമാഗമന കൂടാരം പണിഞ്ഞു. യോശുവയും കാലേബും പറഞ്ഞു, ഇല്ല, നമ്മളത് കൈവശമാക്കും. സ്വപ്നം കണ്ടു. എത്ര തെളിവുകൾ എനിക്ക് എടുത്തു തരാൻ കഴിയുമെന്നറിയാമോ? ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തെ ഞാൻ ആത്മാവിൽ ചലഞ്ച് ചെയ്യുകയാ. അവൻ ഈ വർഷത്തിൽ അവൻ ആത്മാവിൽ ചില സ്വപ്നങ്ങൾ കാണണം. എന്നും പോകുന്ന പോലെ പോകാനല്ല, എന്നും വരുന്നത് പോലെ വരാനല്ല. ഞാൻ ആത്മാർത്ഥമായി ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു ചേഞ്ച്, ഒരു പ്രൊഡക്ടിവിറ്റി നമ്മളുണ്ടാവണം. സ്വപ്നത്തിന് വേണ്ടി വില കൊടുക്കേണ്ടി വരും കേട്ടോ, വില കൊടുക്കേണ്ടി വരും. അവനെക്കുറിച്ച് കേട്ട സ്വപ്ന വ്യാഖ്യാനി അവൻ സ്വപ്നം കണ്ടപ്പോഴത്തേക്ക് എന്ത് ചെയ്തെന്നറിയാമോ? അവൻ്റെ സഹോദരന്മാർ അവനെ ദ്വേഷിച്ചു, അവനെ നിന്ദിക്കാൻ തുടങ്ങി. പക്ഷെ എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. അവൻ ഈ സഹോദരന്മാരെ തേടി അവൻ പിതാവ് ആരെ അയക്കുന്നതെന്നറിയാമോ? യോസേഫിനെ അയക്കുന്നേ അല്ലേ? നമ്മളെ ആരെങ്കിലും ദ്വേഷിച്ചാൽ, നമ്മളെ ആരെങ്കിലും നിന്ദിച്ചാൽ, കുറ്റം പറഞ്ഞാൽ, പിന്നെ അവരുടെ കാര്യം അന്വേഷിച്ച് പോവോ? പിന്നെ ഇങ്ങോട്ട് വേണമെങ്കിൽ വരണം. പിതാവിൻ്റെ ഇഷ്ടമാണ്. ഒന്ന് സ്തോത്രം ചെയ്യാമോ? പിതാവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. യേശു കർത്താവ് അതല്ലേ പറഞ്ഞേ? കർത്താവെ, കഴിയുമെങ്കിൽ എങ്കിലും. പലപ്പോഴും നമുക്ക് പ്രശ്നം അതാ, നമ്മുടെ ഇഷ്ടം. ഇന്ന് പകലിൽ
ഒരു സബ്മിസീവ് ഹാർട്ട്, സമർപ്പണമുള്ള ഹൃദയമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ ഓർപ്പിച്ചു പറയുകയാ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ ആമേൻ, ദൈവം ആമേൻ അവസ്ഥകൾക്ക് വ്യതിയാനം തരുന്ന ഒരു വർഷമാക്കി തീർക്കും. ആമേൻ, അവനെ ദേഷിച്ച സഹോദരന്മാരെ അടുക്കൽ തന്നെ അവൻ ചെന്നു. നമ്മുടെ ഭൗതിക ജീവിതത്തിനുള്ള സ്വപ്നം കാണുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ, അത് വേണം. അതുപോലെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടിയുള്ള സ്വപ്നം കാണുവാനും തുടങ്ങിയാലുണ്ടല്ലോ, ഹല്ലേലൂയ, മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. വേഗത്തിൽ അടുത്ത ഭാഗം വായിക്കാം. 41:38 വാക്യം. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. ആമേൻ. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട് പറയുക, യോസേഫിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താ? അവൻ ദൈവാത്മാവ്. ഒന്ന് സ്തോത്രം ചെയ്യാമോ? അവൻ ആരായിരുന്നു? നാം ആരായിരിക്കണം? എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവത്തിൻ്റെ ആത്മാവ്, സത്യത്തിൻ്റെ ആത്മാവ്, നീതിയിൽ നടത്തുന്ന ആത്മാവ്, ന്യായവിധിയുടെ ആത്മാവ്, പാപബോധത്തിൻ്റെ ആത്മാവ്. അതെന്താ കാര്യം? ഈ സ്വപ്നക്കാരനായിരുന്നുകൊണ്ട് അപ്പന് ഭയങ്കര ഇഷ്ടമായിട്ട് ഇവനൊരു അങ്കി കിട്ടി, ഇല്ലേ? അതേ അങ്കി സഹോദരന്മാർ കീറിപ്പറിച്ചെടുത്തിട്ട് മൃഗത്തിൻ്റെ രക്തം മുക്കി കൊണ്ടുപോയി കാണിച്ചു. അങ്കി നഷ്ടപ്പെട്ടു. വീണ്ടും പൊത്തിപ്പേറിൻ്റെ ഭവനത്തിലെത്തിയപ്പോൾ അവിടെയും അവനൊരു അങ്കി നഷ്ടപ്പെട്ടു, അല്ലേ? അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ആമേൻ, സ്തോത്രം, ദൈവത്തോട് പാപം ചെയ്യാതിരിപ്പാൻ. ഈ ദൈവാത്മാവിൻ്റെ ശക്തിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, ആമേൻ. ഒരു യോസഫായി ആമേൻ വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മെ പ്രാപ്തരാക്കും. വിശുദ്ധി നഷ്ടപ്പെടുന്ന ഒരിടത്ത് പോലും സ്റ്റെപ്പ് വെക്കരുത്. ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ദൈവാത്മാവുള്ളവനായിരുന്നു. വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആത്മാവ് കർത്താവിനെ മരുഭൂമിയിലേക്ക് നടത്തി. അവൻ പിശാചിനാൽ നേരിട്ട സകല പരീക്ഷകളിൽ തികച്ച ശേഷം ആത്മാവിന്റെ ശക്തിയോടെ മടങ്ങി വന്നു. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, ഈ ആണ്ടിൽ അവൻ സ്വപ്നം കാണുന്നതിനോടൊപ്പം ദൈവത്തോട് പറയണം, കർത്താവേ, ഈ ദൈവാത്മാവിന്റെ ഇരട്ടി ശക്തി, ഇരട്ടി ശക്തി, ഇരട്ടി ശക്തി അതെന്നെ മേൽ വെളിപ്പെടണം. ഇന്ന് പകൽ അവിടെ നിന്നുള്ളൊരു കാര്യമുണ്ടോ? ഇതുവരെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ ആത്മാർത്ഥമായി കൊതിക്കണം. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയും, യഹോവേ കാത്തിരിക്കുന്നവർ അവൻ ശക്തിയെ പ്രാപിക്കുന്ന അവൻ പഴയ നിയമത്തിൽ വായിക്കുന്ന പോലെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയാം, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ആത്മാവിൽ പ്രബോധിപ്പിക്കുക, അവൻ ഈ മരുഭൂയാത്രയിൽ ദൈവകൃപയിൽ നിലനിൽക്കണോ? നിനക്ക് ദൈവാത്മാവിന്റെ ശക്തി വേണം, എനിക്ക് ദൈവാത്മാവിന്റെ ശക്തി വേണം. അത് കിട്ടിയിട്ടില്ലെങ്കിൽ കൊതിച്ചോണം, ആഗ്രഹിച്ചോണം. അതിൻ്റെ ശക്തി ഇരട്ടിയായി ഇരട്ടിയായി ദൈവത്തോട് ചോദിക്കണം. നോക്കണമേ, എലീശ ചോദിക്കുക, 2 ഇരട്ടി ശക്തി വേണം, അല്ലേ? ഏലിയാവിൻ്റെ ഇരട്ടി ശക്തി വേണം. ഇന്ന് എത്ര പേര് 4 ഇരട്ടി ചോദിക്കാറുണ്ട്? ഇന്നലത്തേക്കാളും ഇരട്ടി ശക്തി വേണമെന്ന് എത്ര പേര് ചോദിക്കാറുണ്ട്? ചോദിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോകുകയാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. 41:39 വാക്യം. ഫറവോൻ യോസേഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ ഒരുത്തനുമില്ല. ആമേൻ. അവനെ കുറിച്ച് പറയുകയാണ്, നിന്നെ പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ. സ്തോത്രം. ഇന്ന് പലർക്കും ഇതില്ല, വിവേകവും ഇല്ല, ജ്ഞാനവും ഇല്ല, വിവരവും ഇല്ല, അല്ലേ? പക്ഷേ യോസേഫിനെ കുറിച്ച് പറയുക, നിന്നെ പോലെ. ശലോമോൻ പോലും ദൈവത്തോട് എന്താ പ്രാർത്ഥിച്ചത്? ജ്ഞാനത്തിന് വേണ്ടി. ദൈവമക്കളെ, നാം ആരും പൂർണ്ണരല്ല, പക്ഷെ ദൈവത്തോട് ചോദിക്കണം, അപ്പാ എനിക്ക് വിവേകം തരണമേ, എനിക്ക് ജ്ഞാനം തരണമേ. ഹല്ലേലൂയ. അവൻ അങ്ങനെയെങ്കിൽ നാം പരാജയപ്പെട്ട് പോകത്തില്ല. ഹല്ലേലൂയ. എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക കേട്ടോ. അവൻ ഈ യോസഫിനെ കുറിച്ച് പഠിക്കുമ്പോൾ പുതിയ നിയമം നാം ബന്ധപ്പെടുത്തി പഠിച്ചാൽ അവൻ യേശു ക്രിസ്തുവിന് നിഴല.
ഹല്ലേലൂയ. യോസഫിന്റെ അവൻ അങ്കി പകത്തിട്ടതുപോലെ അവൻ യേശുവിന്റെ അങ്കി അവൻ അങ്കിക്കായി അവർ ചീട്ടിട്ടു നാം കാണുവാൻ സാധിക്കുന്നു. യോസഫ് സഹോദരന്മാരെ അടുക്കലേക്ക് വന്നു. അവൻ യോസഫിനെ സഹോദരന്മാർ ദേഷിച്ചു. യേശു കർത്താവ് തന്റെ സഹോദരങ്ങളുടെ അവൻ തന്റെ ജനത്തിന്റെ അടുക്കലേക്ക് വന്നു. തന്റെ സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവൻ യോസഫിനെ ബന്ധിച്ച് അവൻ പൊട്ടക്കിണറ്റിലിട്ടെങ്കിൽ യേശു കർത്താവിനെ അതുപോലെ ബന്ധിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. അവൻ യോസഫിനെ 20 വെള്ളിക്കാശിന് വിറ്റെങ്കിൽ അവൻ യൂദ 30 വെള്ളിക്കാശിന് യേശു കർത്താവിനെ വിറ്റതായി കാണുവാൻ സാധിക്കുന്നു. അവൻ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ പരിശോധിച്ചാൽ ഒത്തിരി നിഴലുകൾ അവൻ പുതിയ നിയമവുമായി ബന്ധപ്പെട്ട് യോസഫിൽ കാണുന്നുവെങ്കിൽ അവൻ ഒടുവിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നൊരു കാര്യമുണ്ട്. യോസഫിനെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. യോസഫ് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ എനിക്ക് ദോഷമായി നിരൂപിച്ചു, ദൈവമോ അത് ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ഗുണമാക്കി തീർത്തു. അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താവ്, നമുക്ക് വേണ്ടി അവൻ ക്രൂശിൽ പരമയാഗമായി തീർന്ന കർത്താവ്, അവൻ തന്റെ രക്തത്താൽ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിപ്പാൻ കാരണമായി തീർന്നു. എന്നെ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ പരിശുദ്ധാത്മ നമ്മെ ഓർപ്പിക്കുക, നമ്മുടെ മേലൊരു ബ്ലെസ്സിങ് ഉണ്ട്, നമ്മുടെ മേലൊരു അനുഗ്രഹമുണ്ട്, നമ്മുടെ മേലൊരു ദൈവിക വിടുതലുണ്ട്, നമ്മുടെ മേലൊരു ദൈവിക പ്രവൃത്തിയുണ്ട്. ഒന്ന് സ്വപ്നം കാണണം കേട്ടോ. ഇത് മറക്കല്ലേ, മറക്കല്ലേ. ആത്മാവിൽ സ്വപ്നങ്ങളെ കാണണം കേട്ടോ. 2, ദൈവാത്മാവ് ഈ ആണ്ടിൽ നമ്മിൽ വർദ്ധിക്കട്ടെ, അതിന്റെ ശക്തി നമ്മിൽ വർദ്ധിക്കട്ടെ. ആമേൻ. 3, ആമേൻ, വിവേകത്തോടെ ജ്ഞാനത്തോടെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അങ്ങനെയെങ്കിൽ നാം വായിച്ച കുറുവാക്യത്തിൽ നാം ഒന്നുകൂടെ വായിച്ച് നാം അവസാനിപ്പിക്കാൻ പോകുകയാ. ആമേൻ. ഭൂതലത്തിലൊക്കെയും ഒരു ക്ഷാമമുണ്ടായി. യോസഫ് പാണ്ടികശാലകളൊക്കെയും തുറന്നു. യോസഫ് പാണ്ടികശാലകൾ തുറന്നു. മിസ്രയീമ്യർക്ക് ധാന്യം വിറ്റു. അവൻ ധാന്യം വിറ്റു. ഒരു വശത്ത് അവനെ വിറ്റവനാ കേട്ടോ. ഹല്ലേലൂയ. പക്ഷെ അവൻ ഇപ്പോൾ ധാന്യം വിൽക്കുകയാ. ഒരു വശത്ത് അവന്റെ അങ്കി നഷ്ടമായി, സഹോദരന്മാർ അവന്റെ അങ്കി കീറി. പൊത്തിഫേറിന്റെ ഭവനത്തിൽ ഒരു അങ്കി നഷ്ടമായി. എന്നാൽ ആ അധ്യായം പഠിക്കുമ്പോൾ അവൻ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവൻ നല്ലൊരങ്കി, നല്ലൊരു വസ്ത്രം അവനെ ധരിപ്പിച്ചു. അധികാരത്തിന്റെ മുദ്രമോതിരം ഇട്ടുകൊടുത്തു. ഒരു ദൂതുകൂടെ പറഞ്ഞ മുന്നേറുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെ പാസ്റ്റ് അല്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്താൽ ഇന്ന് കാണുന്നതല്ല ദൈവം ചെയ്യാൻ പോകുന്നത്. അവൻ വായിച്ചാട്ടെ, വായിച്ച് കൺക്ലൂഡ് ചെയ്യാം. ക്ഷാമം മിസ്രയീം ദേശത്തും കഠിനമായി തീർന്നു. ഭൂമിയിലെങ്ങും ക്ഷാമം കഠിനമായി തീർന്നത് കൊണ്ട് സകല ദേശക്കാരൻ ധാന്യം കൊള്ളുവാൻ മിസ്രയീമിൽ യോസഫിന്റെ അടുക്കൽ വന്നു. അവൻ ആ ക്ഷാമത്തെ മറികടന്നു. ഒന്ന് ആമേൻ പറയാമോ? സകല ദേശക്കാരും യോസഫിന്റെ അടുക്കൽ വന്നു. 1, യോസഫ് തുറന്നു. 2, യോസഫ് വിറ്റു. യോസഫ് പ്രതിസന്ധിയെ മറികടന്നു. ഒന്ന് ആമേൻ പറയാമോ? അവൻ മറ്റെല്ലാവർക്കും പ്രതിസന്ധിയാ, പക്ഷെ യോസഫിന് പ്രതിസന്ധി ഇല്ല, അല്ലേ? അവൻ അതിനെ മറികടന്നു. അവന്റെ അടുക്കൽ ആള് വരാൻ തുടങ്ങി. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ഒരു ആത്മാവിൽ പറയാം, നിങ്ങളുടെ അടുത്ത് വിടുതലുകൾ തേടി വരും. അവൻ ഈ ആണ്ടിൽ ദൈവം വിസിറ്റ് ചെയ്ത് നമ്മെ അനുഗ്രഹിക്കാൻ പോകുകയാ. നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കാൻ പോകുകയാ. സന്തോഷത്തോടെ കരങ്ങളെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം.